ഗായകൻ എം ജി ശ്രീകുമാർ നമ്മൾക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. എം ജി ശ്രീകുമാർ, അദ്ദേഹവുമായിട്ടുള്ളൊരു അടുപ്പം, അദ്ദേഹത്തിലെ ഗായകൻ, ആ നിലയിലൊക്കെ താങ്കൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്? എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗ വിവരം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, മരണവിവരം വരുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു വളരെ ഷോക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു പോലാണ്, ഒരു ഞെട്ടലോടാണ് ഇത് കേട്ടത്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ജയേട്ടന് രോഗബാധിതനാണെങ്കിലും ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമെന്ന് വിചാരിച്ചില്ല. കാരണം കഴിഞ്ഞ മാസം വരെ അദ്ദേഹം പാടാൻ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഈ പ്രായത്തിലും അദ്ദേഹം അസാമാന്യമായിട്ട് കഴിഞ്ഞ മാസം വരെ പല പാട്ടുകളും പാടുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു വിയോഗ വാർത്ത കേൾക്കുമ്പം വല്ലാണ്ട് എന്നെ വിഷമിപ്പിച്ചു. കാരണം ഒരുപാട് വർഷത്തെ പരിചയമാണ്. ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്ന മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് പറഞ്ഞ് പണ്ടത്തെ ഒരു സിനിമയുടെ റെക്കോർഡിങ്ങിൽ വെച്ച് മദ്രാസിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം അന്നും ഇന്നും ഒരുപോലെ തന്നെ സ്നേഹബന്ധം പരസ്പരം കൈമാറിയിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം തന്നെ, ഏത് പാട്ടെടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടിയ പാട്ടുകളാണ്, തനതായ ശൈലിയിലുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെത്. അല്ലാതെ ശരിക്കും ഭാവഗായകൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നതിനകത്ത് യാതൊരു സംശയമില്ല. അദ്ദേഹം ഭാവഗായകൻ തന്നെയാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഭാവം, എത്രയോ പാട്ടുകൾ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിലുള്ള ഭാവവും ആലാപനവും ശബ്ദവും, അതാണ് ജയേട്ടനെ ബാക്കിയുള്ള പാട്ടുകാരിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അദ്ദേഹം ഒരു ലെജൻഡറി കിങ് ആയിട്ട് നമ്മൾ കാണുന്നതും. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരുപാട് പാട്ടുകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് ഒരു സമർപ്പണമായിട്ട്. അത് ഇന്ന് ഞാൻ ഓർക്കുന്നു. കാരണം അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം നന്നായി എന്ന് വന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. അതുപോലെ ഞാൻ ഈ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ടോപ്പ് സിംഗർ ഫ്ലവേഴ്സിൽ അദ്ദേഹം വന്നിരുന്നു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ അന്ന് കുട്ടികളോടൊപ്പം ഒരു കുട്ടിയായിട്ട് തന്നെ പെരുമാറി എല്ലാ കുട്ടികൾക്കും പ്രചോദനം കൊടുത്തതും, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു പൂർണ്ണ ഭക്തനും, ഗുരുവായൂരപ്പ ഭക്തനും, അതുപോലെ തന്നെ ഒരു എല്ലാം തികഞ്ഞ, അതായത് നമ്മളൊരാൾ പാടുന്ന തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം ചില ഗായകരിലൊരു നമ്മുടെ എല്ലാം സ്വന്തം പാട്ടുകാരനാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയുടെ തന്നെ ഇതര ഭാഷകളിൽ പാടിയ അദ്ദേഹത്തിന്. അതെ, അങ്ങനെ നോക്കി ഇപ്പോൾ AR റഹ്മാൻ, കീരവാണി അടക്കം എത്രയോ, കാരണം ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇളയരാജയുടെ പാട്ടുകളും ഒക്കെ. ഞങ്ങളിപ്പോൾ ഈ ഗാന ശ്രോതാക്കളെ സംബന്ധിച്ച് യേശുദാസ്, ജയചന്ദ്രൻ എന്ന് പറയുന്നൊരു കാലത്തിന് ശേഷം വളരെ ദീർഘകാലം മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് അത്രമേൽ അവർക്ക് ശേഷം എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന തരത്തിലേക്ക് വന്ന ഒരു ശ്രേണിയിൽപ്പെട്ട ആളായതുകൊണ്ട് ചോദിക്കട്ടെ, ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എണ്ണത്തേക്കാൾ വലുത്, അദ്ദേഹം പാടുന്നത് കുറെ കൂടി ഹിറ്റാകുന്ന നിലയിലേക്കൊക്കെ ഉള്ള ഒരുപാട് പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകൾ, കൂട്ടത്തിലൊത് അങ്ങനെ അങ്ങ് വിസ്മരിച്ചു പോകാത്ത തരം പാട്ടുകൾ മലയാളിക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നൊരു പ്രത്യേക സംശയമില്ലാതെ. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. കാരണം തനതായ ശൈലി, കാരണം നമ്മൾ ഒരു ആരെ അനുകരിക്കാത്ത ഒരു തനതായ ശൈലി, തനതായ ആലാപനം, ആ എക്സ്പ്രഷൻസ് കൊടുക്കുന്നത്, ഭാവഗായകൻ എന്ന് പറയുന്നത് ചുമ്മാതല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുന്ന ഒരു ലെജൻഡാണ് നമ്മുടെ എല്ലാം സ്വന്തം ജയേട്ടൻ. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക് തുടങ്ങി ഹിന്ദിയിൽ വരെ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കിപ്പോഴും അദ്ദേഹം നമ്മളെ വിട്ടു പോയി എന്ന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ കേട്ടിട്ട് പോലും എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഒരിക്കലും അദ്ദേഹം വിട്ടുപോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നിടത്തോളം കാലം ഇവിടെ കാണും, യാതൊരു സംശയമില്ല. ഇപ്പൊ ഞങ്ങളുടെ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പം 6 വയസ്സ് 7 വയസ്സുമായിട്ട് പാടുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും വന്നിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുമ്പം അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ജനറേഷനിലോട്ടും പകർന്ന് ഈ പ്രപഞ്ചം തീരുന്നത് വരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇവിടെ അലയടിക്കും എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയമില്ല. ഞാൻ രണ്ട് കാര്യം കൂടി ചോദിച്ചോളട്ടെ. അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എം ജി ശ്രീകുമാറിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയാവുന്ന ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഇരുവർക്കും ഇടയിലേക്ക് ഒരു മൂന്നാമനായി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ഒക്കെ ആയിട്ട് മലയാളത്തിലേക്ക് ഇങ്ങനെ വരുന്നൊരു കാലത്ത് ജയേട്ടൻ്റെ ഒരു അടുപ്പവും ഉപദേശവും ആ ഒരു സൗഹൃദം പങ്കിടലും ആ അനുഭവം എങ്ങനെയായിരുന്നു? ജയേട്ടൻ അങ്ങനെ ഉപദേശമൊന്നുമില്ല. അന്നും ഒരു സഹോദര ബന്ധമാണ്, അല്ലാതെ എന്നെ ഇങ്ങനെ പാടണമെന്നും അങ്ങനെ ഒന്നും ഉപദേശിച്ചു. പാട്ടുകളൊക്കെ നന്നാവുമ്പോ അത് ആസ്വദിക്കുകയും ചെയ്യുന്ന നല്ലതാണെന്ന് പറയും. ഏതെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയാമല്ലോ, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും, എടാ അത് കൊള്ളത്തില്ല, നീ പാടി കൊള്ളത്തില്ല എന്ന് പറയും. അത് അദ്ദേഹത്തിന്റെ തനതായ ഒരു ശൈലിയാണ്. അപ്പൊ അതിനകത്ത് യാതൊരു സംശയവുമില്ല. പിന്നെ അല്ല, ഞാൻ ആ ശൈലിയുടെ ഒരു ചൂടും അനുഭവവും തണുപ്പും അറിഞ്ഞിട്ടുണ്ടോ, അറിഞ്ഞതറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. ഇപ്പോൾ ചിത്രമൊക്കെ വരുന്നൊരു സമയത്ത് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എം ജി ശ്രീകുമാറിൻ്റെതായിട്ട് വരുന്നൊരു കാലമാണല്ലോ പിന്നീട് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പാട്ടുകളൊക്കെ വരുന്നു. പിന്നെ താളവട്ടം, ഞാൻ ആ ഒരു കാലത്ത് ഞാൻ ജസ്റ്റ് ഓർത്ത് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കയറി വരുമ്പോൾ ജയേട്ടൻ്റെ ഒരു ഷെയറിങ്. അല്ല, അദ്ദേഹത്തിന് അതിനകത്തൊന്നും വിരോധമൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ ഓരോ പാട്ടിനും ഓരോ അരിയിലും ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ല. ഇതിനകത്ത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് പിന്നെ ഇങ്ങനെ ഈ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടഗ് ഓഫ് വാൾസ് ഉണ്ടെന്ന്. അങ്ങനൊന്നും ഇല്ല. കാരണം ഒരു സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ശബ്ദമല്ലേ ആലാപന ശൈലി തേടിയിട്ടാണ് ഓരോ ഡയറക്ടേഴ്സും അതിന്റെ പ്രൊഡ്യൂസേഴ്സും ഓരോ പാട്ടുകാരെയും വിളിക്കുന്നത്. അങ്ങനെ ജയേട്ടന്റെ നല്ല പാട്ടുകൾ നടന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ കുറച്ച് പാട്ടുകൾ പാടി വന്നു എന്നുള്ളതല്ലാതെ എപ്പോഴും ലെജൻസ് ആർ ലെജൻസ്. ഇപ്പൊ ജയേട്ടനും അല്ലെ ദാസേട്ടന് ജയേട്ടൻ ഞാനുമായിട്ടോ അങ്ങനെ ഒരു കമ്പാരിസണേ പറ്റില്ല. കാരണം ഓരോരുത്തരും ഓരോ വ്യക്തിമുദ്ര പതിപ്പ്. ദാസേട്ടന്റെ പാട്ട് കേട്ടാൽ അറിയാമല്ലോ ദാസേട്ടനാണെന്ന്, ജയേട്ടന്റെ പാട്ട് കേട്ടാൽ അറിയാമല്ലോ ജയേട്ടനാണ്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ളൊരു ഒരു സംഗീതജ്ഞനാണ്. അവിടാണ് എനിക്ക് ഏറ്റവും അദ്ദേഹത്തിനെ ഞാൻ സ്നേഹിക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാല് നന്നായിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ജയേട്ടൻ അങ്ങനെയല്ല. അത് വെട്ടി തുറന്ന് പറയും. അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും, കൊള്ളാന്ന് പറയും. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം പി സുശീലാമ്മയുടെ പാട്ടുകളായിരുന്നു. ഞങ്ങള് എപ്പോഴും കാണാറുണ്ട്. എപ്പോഴും എന്ന് വെച്ചാൽ അന്ന് മദ്രാസിൽ വെച്ച്. അതിനുശേഷം പിന്നെ ഓരോരുത്തരും തിരക്കായി ഓരോ രീതിയിൽ അങ്ങോട്ടും പോയി. അപ്പൊ എല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുശീലാമ്മയുടെ പാട്ടുകൾ, എം.എസ്. വിശ്വനാഥൻ സാറിന്റെ മ്യൂസിക്, അതുപോലെയൊക്കെയാണ് പറയുന്നത്. അതൊരു അപൂർവ ജന്മം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന് വേറൊരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം. രണ്ട് കാര്യം, അദ്ദേഹത്തിന്റെ ശബ്ദം ഈ 80-ാമത്തെ ഇത് കഴിഞ്ഞ മാസം പോലും പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് മാറിയിട്ടില്ല. അതിന് ഈസി ആയിട്ട് പാടാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ മഹാഭാഗ്യമാണ്. ഒന്ന്. രണ്ടാമത് അദ്ദേഹം ഇന്ന് വരെ കണ്ണാടി വെക്കേണ്ടി വന്നിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, ജയേട്ട എന്താണ് ഈ കണ്ണാടി വെക്കാത്തതിന്റെ രഹസ്യം? കാരണം എന്തെങ്കിലും ഇതുണ്ടോ? അപ്പൊ ജയേട്ടൻ പറഞ്ഞു, ഒന്നുമില്ല, ഇനി നിനക്കൊന്നും ഒരിക്കലും ജമ്മത്ത് വെക്കാൻ പറ്റത്തില്ല, കണ്ണാടി വെക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ജയേട്ടൻ പറഞ്ഞു, കുട്ടിക്കാലത്തെ എന്റെ വീട്ടില് പാലിയത്ത് ഇതുപോലെ കണ്ണില് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കുളിക്കുന്നതിന് മുമ്പ് ഓരോ തുള്ളി വെളിച്ചെണ്ണ കണ്ണിലൊഴിക്കും. ആ ശീലം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അത് ഇനി കുട്ടിക്കാലത്തോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നോക്കിയിട്ട് കാര്യമില്ല. കൊച്ചു കുട്ടികളുടെ കണ്ണിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ണുവേണ്ടി വെക്കേണ്ടി വരില്ല എന്ന് പഠിപ്പിച്ചതെന്ന് ചേട്ടനാണ്. അങ്ങനെ പാട്ട് പാടേണ്ട ശൈലി ഒരുപാടുണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വരും. എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപോയതിൽ എനിക്ക് ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ, ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ഷോക്കുണ്ട്. ഒരുപാട് ഷോക്ക് എന്ന് വെച്ചാൽ മറ്റ് ആൾക്കാർക്കുണ്ടാകുന്നതിൽ കൂടുതൽ ഷോക്ക് എനിക്കുണ്ട്. കാരണം അത് നമുക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. അതെന്റെ മനസ്സിലാണ്, എന്റെ ആത്മാവിലാണ് ആ വേർപാട് തട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ എപ്പോഴും പറയാറുണ്ട് ഗുരുവായൂരപ്പ എന്ന്. ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ കൂടെ കാണും. ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹം അവിടെ ഇരുന്ന് ഗുരുവായൂരപ്പന് വേണ്ടി പാടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദരാഞ്ജലികൾ.